നമസ്കാരം. നമ്മുടെ ഉള്ളിലെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. അതുകൊണ്ട് ധൈര്യത്തോടെ എന്തിനേയും നേരിടൂ, വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് സ്ത്രീകളുടെ ധൈര്യത്തിന് ആത്മവിശ്വാസമേകുന്ന വേദി റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ചേച്ചി, റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെയുള്ള ഒരു യാത്ര? ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ, ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്, വെരി ഫ്രണ്ട്ലി. എനിക്ക് ഒരു സന്തോഷം. ഓക്കെ. ആൻഡ് നമ്മുടെ ഇവിടെ വരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടാലന്റ് മാത്രമല്ല, അവർ ഭയങ്കര വിൽ പവർ ഉള്ള ആൾക്കാരാണ്. എത്രയൊക്കെ സ്ട്രഗിൾ വന്നാലും തോൽക്കാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വിമൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ ചേച്ചിയും അങ്ങനെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആണെന്ന് തന്നെയാണ് ഞാൻ പറയാം. ബീങ് എ സിംഗിൾ മദർ എന്ന് പറയുന്നത് ഒരു സ്ട്രഗ്ലിംഗ് ആണ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ, പക്ഷെ അതിനെ ഓവർകം ചെയ്യാന്ന് പറയുന്നതാണ് ഒരു സ്ട്രോങ് ലേഡിയുടെ ഡ്യൂട്ടി. ആൻഡ് യു ആർ ഡൂയിങ് ദ ബെസ്റ്റ്. അതിലൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട് അല്ലേ? അതെ, എനിക്ക് പറഞ്ഞ പോലെ ഒരു സിംഗിൾ മദറായിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടാ എൻ്റെ പാരൻസ്. ഞാൻ എൻ്റെ വർക്കിന് പോകുമ്പോൾ എൻ്റെ മോനെ നോക്കാൻ അവരില്ല എന്നാ ഞാൻ ഐ കാൻറ്റ് കണ്ടിന്യൂ ദിസ്. ഐ വുഡ് ഹാവ് ബീൻ ഇൻ എ ഡിഫറെന്റ് വേ. ബട്ട് അവർ ഉണ്ടായപ്പോൾ ഞാൻ ഐ ക്യാൻ ഏബിൾ ടു അച്ചീവ് വാട്ട് ഐ വാണ്ടഡ്. ബിക്കോസ് വെൻ യു ഡ്രീം, നമുക്ക് ഡ്രീം കാണുമ്പോഴാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. നമുക്ക് ആ പാഷൻ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എല്ലാവർക്കും കഷ്ടമുണ്ട്. ആ കഷ്ടത്തിനെ ഓർത്ത് നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. നമ്മൾക്ക് മുന്നോട്ട് നോക്കി പോവാൻ പറ്റില്ല. സോ എനിക്ക് ആ മോട്ടിവേറ്റ് കൊടുത്തത് എൻ്റെ അമ്മയാണ്. സോ ഷീസ് നോ മോർ. പിന്നെ അമ്മേന് ശേഷം എൻ്റെ ബ്രദേഴ്സും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛന് എല്ലാവരും. ബട്ട് ഈവൻ ദോ ബ്രദേഴ്സും അച്ഛനും ഉണ്ടായാലും അവര് ഒരു പോയിന്റ് വരെയാണ് എല്ലാവർക്കും ഒരു ലിമിറ്റ്. നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റില്ല അവരോട്. പക്ഷെ എൻ്റെ സണ്ണ് അവരാ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. ഒരു ന്യൂ വേൾഡ് അല്ലേ? ഞാൻ ഇതുവരെ അച്ചീവ് ചെയ്തിട്ട് വരുന്നത് അവന് വേണ്ടിയാണ്. ബിക്കോസ് അവൻ എൻ്റെ അമ്മയെ പോലെ. എൻ്റെ അമ്മ എന്നെ എത്രയ്ക്കും എന്നെ സപ്പോർട്ട് ചെയ്തു, അതുപോലെയാ ഇവനും എന്നെ സപ്പോർട്ട് ചെയ്ത്. എന്നെ ഇങ്ങനെ ഇരിക്കണ്ട, നീ ചെയ്യണം, യു ഹാവ് ടു ആക്ട് മോർ, ഇപ്പോ എന്റെ ഡ്യൂട്ടിയാണ് നിങ്ങളെ നോക്കിക്കൊണ്ടത്. സോ ഹി വാസ്, ഐ മീൻ മൈ സൺ ഈസ് എ വെരി സപ്പോർട്ടീവ് പേഴ്സൺ. സോ മകന്റെ പേര് അർജുൻ. യെസ്. അപ്പൊ അർജുൻ ഇപ്പൊ എന്ത് ചെയ്യണു? ഇപ്പോൾ ഇവന് +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റാറ്റ്സ് പെർഫോമൻസ് ചൊല്ലിട്ട് ഫുട്ബോൾ, അവന് ഭയങ്കര ഫുട്ബോൾ ഫാൻ. ശരി. എന്തൊക്കെയാണെങ്കിലും ആ മകൻ എന്ന് പറയുന്ന ആള് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഹി റെസ്പെക്ട് യു, അല്ലെങ്കിൽ ചേച്ചിയുടെ ടാലന്റിനെ റെസ്പെക്ട് ചെയ്യുന്നു. അത്ര വലിയ ഏജും അല്ല, +2 എന്ന് പറയുമ്പോൾ ഒരു കുട്ടിത്തം തന്നെ ഉണ്ട്. ബട്ട് ആ ഒരു ഏജിൽ തന്നെ ഇത്രയും വലിയൊരു കാര്യം മനസ്സിലാക്കി അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു അർജുൻ ഓൾസോ. ലാലേട്ടൻ വഴിയാണ് അർജുൻ മനസ്സിലായത് എന്റെ അമ്മ ഇത്ര വലിയൊരു സ്റ്റാർ. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടല്ലേ? അതെന്താണ്? അത് ആക്ച്വലി ഞങ്ങൾ റാഡിസൺ ബ്ലൂ റെസ്റ്റോറന്റ് ഡിന്നർ കഴിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാൻ ലാലേട്ടനെ കണ്ട് അവര് ചെന്നൈയില് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പോയി അങ്ങനെ നിന്നു. അവരെന്നെ നോക്കിയിട്ട് അഞ്ചു നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ഡിന്നറിന് വേണ്ടി. ആരൊക്കെ? ഞാൻ, എൻ്റെ മോന്, പിന്നെ ബ്രദർ, എല്ലാവരും ഒന്നു. ഇത് ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് അവരോട് വരാൻ പറഞ്ഞിട്ട് എന്നോട് വന്നിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചു എൻ്റെ മോനെ. ഇത് എൻ്റെ മോന് അർജുനാണ് എന്ന്. അവര് നോക്കിയിട്ട് നീ നിന്റെ അമ്മ ആരെന്ന് അറിയോ നിനക്ക്? ഞാൻ അങ്ങനെ ചോദിച്ചു. എൻ്റെ മോനില്ല എന്ന്. അവൾ ആരാന്ന് തരുമോ? കൊച്ചിലിരുന്ന് അവളുടെ പെർഫോമൻസ്, ആക്ടിങ്, അവളുടെ ഒരു ഡെഡിക്കേഷൻ, അതെല്ലാം നോക്കി പഠിക്കണം നിങ്ങളെല്ലാം. അങ്ങനെ he was telling about me very proudly. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലാത്ത ഒരു ഇതാണ് എൻ്റെ മോനോട് അവർ പറഞ്ഞത്. സോ അത് കേട്ടിട്ട് എൻ്റെ മോന്
ബിക്കോസ് എപ്പോഴും എന്റെ മൂവി തന്നെ കാണുമ്പോ കാണിച്ചു കൊടുക്കുമ്പോ അവനിങ്ങനെ നോക്കിയിട്ട് ഓ അയ്യോ സഹിക്കാൻ പറ്റില്ല പോവോന്. സോ ഇതൊക്കെ അവന് കാണുമ്പോ അവൻ പറഞ്ഞു യു ആർ സംതിങ് ഡിഫറെന്റ്. അത് എനിക്ക് പ്രൗഡ് മൊമെന്റ് ആയി പോയി. സോ ഇനി നമുക്കൊരു ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കുഞ്ഞു കുട്ടിയായിട്ട് ഒന്നും കൂടി ബാക്കിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോവാണ്. നമുക്ക് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ കളിക്കുന്ന ദംഷ്രാട്സ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്, അറിയില്ലേ? സോ ആ ഒരു ഗെയിം നമുക്ക് രണ്ടുപേർക്കും കൂടി, ഇവിടെ ഇപ്പൊ വേറെ ആരും ഇല്ല, ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ, നമുക്ക് കളിച്ചാലോ? റെഡി. ഓക്കെ, സോ നമ്മുടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടി ഇവിടെ വന്നിരിക്കുകയാണ് ദംഷ്രാട്സിന് വേണ്ടി. അപ്പൊ ഇത് മലയാളം മൂവീസ് ആണ്. ചേച്ചിക്ക് മനസ്സിലാവുന്ന പോലെ ഇംഗ്ലീഷിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഒരു കാർഡ് ചേച്ചി എടുക്കുക, എന്നെ കാണിച്ചു തരാം. സോ ഞാനത് ആക്ട് ചെയ്യും, ആൻസർ ചെയ്യണം. നെക്സ്റ്റ് ഞാൻ എടുക്കും, ചേച്ചി ഇത് അഭിനയിക്കണം, ഞാൻ ആൻസർ ചെയ്യും. ആൻഡ് ഇത് ജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള സമ്മാനം കൂടി ഞാൻ തരും. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം ആരാണ്? ആദ്യം ഞാൻ. ഓക്കെ, ഏതാണ്? ചേച്ചിയുടെ മൂവിയാണ്. ഓക്കെ, പഴയ മൂവിയാണ്. രാജാവ്, തല, കിരീടം. പണ്ട് ഒരു രാജാവ്, റാണി, 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 ഗേൾ, പെണ്ണ്, കുട്ടി. ഇതെന്താണ്? പണ്ട് ഒരു രാജ, കുട്ടി, പണ്ട് പണ്ടൊരു രാജകുമാരി. അതാണോ? അതെ. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഞാൻ. ചേച്ചിയുടെ പടാണ്. കുഞ്ഞായിരുന്നപ്പോഴുള്ള പടാണ്. ആകാശം, വീട്, വീട്, ലൈറ്റ്, രാത്രി. രാത്രി. ഓക്കെ, രാത്രി ഒരു വേർഡ്. ഫസ്റ്റ് വേർഡ് ദേ. ദേ, അവിടെ, അത്, ആ രാത്രി. ആ രാത്രി, അങ്ങനെ ഒരു സിനിമ. മൈന, കാറ്റ്, കാറ്റ്, കിളി, കാറ്റത്തി കിളിക്കൂട്. അതും പറഞ്ഞു. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നും തെറ്റിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ഞാൻ വലുതായിരുന്നപ്പോ, ചേച്ചി കുട്ടിയായിരുന്നപ്പോ, ഏത്? അവര് അമ്മ, അമ്മ. ഓക്കെ, അമ്മ. രണ്ടാമത്തെ അമ്മ, രണ്ടാമത്തെ അമ്മൂമ്മ, അമ്മ. കൊതുക്, ഈച്ച, ഈ അമ്മ, ഈ അമ്മ, ഈ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അമ്മ, അമ്മായി, അമ്മ. എന്താ ശിവനെ? കാട്, കുതിര,
അതെ അല്ലേ, കാട്ടുകുതിര. കുതിരയാണോ അത്? ഓക്കെ. എന്റെ കുതിര ഇങ്ങനെയാണ് ചാടുള്ളത്. അങ്ങനെ നമ്മള് ആറ് കാർഡ്സ് ആയിരുന്നു ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ രണ്ടുപേരും അത് ഈക്വലി നമ്മൾ മത്സരിച്ച് ജയിച്ചു. എന്നാലും എന്റെ ഇവിടെ വന്ന് ഗസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റ് ആയിട്ടുള്ള സമ്മാനം തരാം. അപ്പൊ നമ്മുടെ ഇന്ന് വരാൻ പോകുന്ന പെർഫോമർ എന്ന് പറഞ്ഞാൽ വലിയ പെർഫോമർ അല്ലല്ലോ, കുട്ടി പെർഫോമറാണ്. പക്ഷെ കുറേ സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ പാടാൻ ഇങ്ങനെ അവസരം ചോദിച്ചിട്ട് എന്തൊക്കെയോ കുറച്ച് വിഷമങ്ങളൊക്കെ ആ മോൾക്ക് ഉണ്ടായി. അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ട്രൂപ്പൊക്കെ തുടങ്ങി ഇപ്പൊ കുറേ പാട്ടുകളൊക്കെ പാടുകയാണ്. നമ്മുടെ ഈ വേദിയും അങ്ങനെയാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ പുതിയൊരു അവസരം കൊടുക്കുന്നതാണ് ഈ വേദിയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ആ മിടുക്കി കുട്ടിയെ, നമ്മുടെ കുഞ്ഞു വാവയെ വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ശ്രേയ. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഓക്കെ, പല്ലെവിടെ പോയി? പല്ലൊക്കെ പറിച്ചു. ആര്? ആശുപത്രി പോയിട്ടാണ് പറിച്ചത്. പുതിയ പല്ല് വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ശ്രേയ കുട്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രേയെ കണ്ടപ്പോ പഴയ ബേബി അഞ്ജുവിന് ഓർമ്മ വന്നോ? എവിടുന്നാ വരുന്നേ? കോട്ടയം. ആ, അവിടുന്നാണ് വരുന്നത് അല്ലേ? അപ്പൊ ഈ സ്വന്തമായിട്ട് ട്രൂപ്പൊക്കെ വെച്ചു എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ? എന്താ ട്രൂപ്പിന്റെ പേര്? ശ്രേയസ് ഗാനമഞ്ജരി എന്നാ ട്രൂപ്പിന്റെ പ്രൊപ്പറേറ്റർ എല്ലാമാണ് അല്ലേ? ശ്രേയ കുട്ടിക്ക് അതായത് ഏത് പാട്ട് പാടാനാണ് ഇഷ്ടം? അടിച്ചുപൊളി പാട്ട് പാടാനാണോ, മെലോഡി ആയിട്ടുള്ള പാട്ട് പാടാനാണോ? എല്ലാ സോങ്ങും ഇഷ്ടമാണ്. പാട്ട് പഠിക്കുന്നുണ്ടോ മോള്? ആരുടെ അടുത്താ പഠിക്കണേ? മോഹൻ സാറിന്റെ അടുത്ത്. ഈ ഗാനമേള ട്രൂപ്പ് തുടങ്ങാനുള്ള ഒരു കാരണം എന്താ നമുക്ക് അറിയണ്ടേ ചേച്ചി? അതെങ്ങനെയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു ഐഡിയ ഒക്കെ വന്നത്? എന്താണ് സംഭവം? അച്ഛന് കൊറേ ഗാനമേള എവിടെയൊക്കെ ചോദിച്ചപ്പോ അവര് സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ തന്നെ ട്രൂപ്പ് ചെയ്തോളാന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്, ഞാൻ തന്നെ ഒരു ട്രൂപ്പ് തുടങ്ങി. അവര് ഇപ്പവേ ബിസിനസ് വുമൻ ആയി. അതാ ആ ഒരു ഐഡിയ. നമ്മുടെ കുഞ്ഞ് ഈ പ്രായത്തിലൊക്കെ നമ്മള് കരഞ്ഞിരിക്കും. അപ്പോഴാണ് ശ്രേയയുടെ മനസ്സിൽ ഞാൻ തന്നെ ട്രൂപ്പ് തുടങ്ങാമെന്നുള്ളൊരു ചിന്ത വന്നത് അല്ലേ? അതൊരു വലിയൊരു തോട്ടാണ് ഈ ഒരു ചെറിയ പ്രായത്തില്. എന്റെ ഈ ശ്രേയസ് ഗാനമഞ്ജരി എന്ന് പേരൊക്കെ ഇട്ടത് ആരാ? അത് അച്ഛനാണോ? അതെ, അതും ശ്രേയ കുട്ടി തന്നെയാണോ? ഞാൻ തന്നെ. ഓ മൈ ഗോഡ്, സത്യം സത്യം. അമ്പോ, പൊളിച്ച്. ഇനി എന്തൊക്കെ കഴിവുകൾ ഉണ്ട് ഈ കുഞ്ഞു ശരീരത്തിലും തലയിലും? പഠിക്കാനുള്ള ശക്തിയുണ്ട്, പാട്ട് പഠിക്കാനുള്ള ശക്തിയുണ്ട്, ഡാൻസ് കളിക്കാനുള്ള ശക്തിയുണ്ട്. ശ്രേയയുടെ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്ത് കഴിക്കുന്നതാണ്? എനിക്ക് ആരോഗ്യം കിട്ടാൻ നട്ട്സ് അങ്ങനെയുള്ള, നട്ട്സ് ബദാം പരിപ്പ് അങ്ങനെയുള്ള. നട്ട്സ് ബദാം പരിപ്പ് ഒക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ? ഈ മറ്റേ നോൺ വെജ് ഒക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ? ആയിരിക്കും. ശ്രേയക്ക് ഇഷ്ടമല്ല? ഇഷ്ടമാണ്. എന്താ ഇഷ്ടം നോൺ വെജില്? നോൺ വെജിന് ചിക്കൻ ഇഷ്ടമാണ്, പിന്നെ ഫിഷ്, ബീഫ് ഇഷ്ട. ഫിഷ് ഇഷ്ടമാണ്. ഫിഷ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ മീനിന്റെ പാട്ട് പാടിയാലോ? റെഡിയാണോ? എന്നാ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, പുണ്ണാൻ വാ മച്ച
കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ആഹാ, ഉപ്പിലിട്ട മാങ്ങ എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഭാവം അങ്ങ് വന്നു. ഉപ്പിലിട്ടൊരു മാങ്ങ കഴിച്ച സുഖം ഞങ്ങക്ക് കിട്ടി. സൂപ്പർ. ശരി, ഇനി ഈ പാട്ടുകളെ മലയാളം പാട്ട് മാത്രമാണോ പാടുള്ളൂ? വേറെ തമിഴ്, ഹിന്ദി അങ്ങനെയുള്ള പാട്ടൊക്കെ അതൊക്കെ പാടും. തമിഴ് ഹിന്ദിയൊക്കെ അപ്പൊ എങ്ങനെയാ പഠിച്ചത്? തമിഴ് ഹിന്ദിയൊക്കെ കേട്ടു പഠിച്ചു. അവിടെ ആരാ ഇരിക്കണേ? ആരടാ അത്? അവിടെ ആരാ? എന്നെ നോക്ക്. എന്നെ കൊള്ളൂല്ല നോക്കാൻ? കൊള്ളോ? കൊള്ളും. ഇഷ്ടാണ് എന്നെ? ആ, അന്ന് എന്നെ നോക്കി പറ. ശരി, ഈ ചേച്ചി അറിയോ? ആ, എങ്ങനെ അറിയോ? ഞാൻ സിനിമക്കകത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓ, കണ്ടോ? ഈ പാട്ടുകാരായതുകൊണ്ട് ആ പഴയ പാട്ടുകളൊക്കെ ഇവർ ഇപ്പോഴും പാടും. ലൈക്ക് ഈ കിളിയേ കിളിയേ. അതുകൊണ്ടായിരിക്കും മനസ്സിലായത് അല്ലേ? ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന എല്ലാരും ഒന്ന് പരിചയപ്പെട്ടാലോ ശ്രേയ? ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ശ്രേയ കുട്ടിയുടെ അച്ഛനാണല്ലേ ചേട്ടാ? അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ ഒരു ട്രൂപ്പ് തുടങ്ങണമെന്ന് മോള് പറഞ്ഞപ്പോ ഉടനെ തന്നെ അങ്ങ് ചാടി കയറി തുടങ്ങിയോ, അതെയോ കുറെ ആലോചിച്ചു എന്ത് വേണം, എങ്ങനെ വേണം, എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഇതിലേക്ക് അതായത് മോളൊരു 3 വയസ്സ് മുതലേ പാട്ട് പാടുന്നതാണ്. അങ്ങനെ പാടുമെങ്കിലും നമ്മളത് ഒരു പ്രാവശ്യം ട്രായ്ക്ക് ഇട്ട് കൊടുത്തു, അതിനനുസരിച്ച് കറക്റ്റായിട്ട് പാടി. പിന്നെ പുതിയ പുതിയ പാട്ടുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പാടുന്നത് കണ്ടപ്പോൾ ഞാൻ പല ഗാനമേളക്കാരും അങ്ങനെ പല ആൾക്കാരുമായിട്ട് ഞാൻ ചോദിച്ചു ആ ട്രൂപ്പിൽ എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നാമത് കുട്ടിയാന്നുള്ളത്, പിന്നെ മാത്രമല്ല അവർക്ക് അത്ര വലിയൊരു താല്പര്യം തോന്നിയില്ല. പിന്നീട് ഇതുപോലെ കല്യാണ പരിപാടികൾക്കും ഹൗസ് വാമിങ് അങ്ങനെ പോകുമ്പോൾ അവിടെ പാടും. പാടിക്കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരുപാട് പാട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ ഒറ്റയ്ക്ക് പാടിക്കോളാം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പാടിക്കോ മോളെ, കുഴപ്പമില്ല, നമുക്കൊരു പേര് ഇടണല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് തന്നെ ഇട്ടേക്കാം എന്ന് പറഞ്ഞ് ശ്രേയ സുരേഷ്, ശ്രേയ ഗാനമഞ്ജരി എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് പേര് അങ്ങോട്ട് ഇട്ടു. എന്നാൽ പിന്നെ അങ്ങനെ ആ രീതിയിൽ തന്നെ അവിടെ അറിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയായി. പിന്നെ ഏകദേശം 80 പാട്ടോളം ഇപ്പം പഠിച്ചു വെച്ചിട്ടുണ്ട് പാടുന്നത്. അടിപൊളി. ഡ്യൂറ്റ് പാട്ട് പാടാനായിട്ട് മോനുണ്ട്, മോനെ ആ കൂടെ ഹെൽപ്പായിട്ട്. വേറെ ആളെ ഇടയ്ക്ക് പാടുന്നത് വലിയ ഇഷ്ടമല്ല, പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടില്ല. ഈ വീട്ടിൽ എങ്ങനെയാണ് ഈ ഓരോ പാട്ടുകൾ പഠിക്കാനൊക്കെ ആയിട്ട് എങ്ങനെയാണ് മോള് ഓരോന്ന് പഠിച്ചെടുക്കുന്നത്? എല്ലാം കേട്ട് പഠിക്കുന്നതാണ്. മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ട് മാത്രമേ എടുക്കുള്ളൂ, അല്ലെ നമ്മൾ പറയുന്ന പാട്ടുകളല്ല. മനസ്സിലായി. അങ്ങനെ എടുത്ത് പഠിക്കും. പഠിച്ചിട്ട് പറയും ഇതിന്റെ ട്രാക്ക് എവിടെയെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തരണം, എനിക്ക് പാടണം എന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് പാടും. അങ്ങനെ ദിവസം ഇങ്ങനെ പാടി. അല്ലാതെ ഏതെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കുന്നുണ്ടോ? ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ സംഗീതം പഠിക്കുന്നുണ്ട്. ഏറ്റുമാനൂരിലെ വള്ളിക്കാട് മോഹൻ സാറിന്റെ അടുത്ത് ഇപ്പൊ സംഗീതം പഠിക്കുന്നുണ്ട്. അവിടുന്ന് അദ്ദേഹം കീബോർഡും ആ കൂടെ പഠിപ്പിച്ചു വിടുന്നുണ്ട്. ശരി, കീബോർഡ് ഉണ്ടല്ലേ. ഇനി നമുക്ക് ബ്രദറിനെ പരിചയപ്പെടാം. പേര്? ശ്രീരാഗ് എന്ത് ചെയ്യണു? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ൽ പഠിക്കണു. അപ്പൊ ഇതേപോലെ ശ്രേയയുടെ കൂടെ ഇടയിൽ പാട്ടൊക്കെ പാടും. പക്ഷെ പഠിച്ചിട്ടുണ്ടോ പാട്ട്? കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലായപ്പോ ഇപ്പൊ ഫുൾ പഠിത്തത്തിന്റെ ഒരു ബിസിയിലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ശ്രീരാഗ്. ഇനി ചേച്ചി പേര്? മഞ്ജു. അപ്പൊ മഞ്ജു ചേച്ചി എങ്ങനെയാണ് വീട്ടിലെ ശ്രേയ കുട്ടി? എങ്ങനെയാണ് വീട്ടില് പാട്ടൊക്കെ പാടും, കുഴപ്പമൊന്നുമില്ല, എപ്പോഴും വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അപ്പൊ താങ്ക് യു, എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കിനി ശ്രേയ കുട്ടിയുടെ പാട്ട് കേൾക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താരി കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. കിളികൾ വള്ളക്കിളിക്കണ വള്ളിയൂർക്കാവിൽ കളപം പഴിയും കിക്കിളിക്കൂട്ടിൽ. കിളികൾ വള്ളക്കിളിക്കണ വള്ളിയൂർക്കാവിൽ കളപം പഴിയും
കാണും തയ്യർ തയ്യർ താരി കദളി കൺകദളി ചെൻകദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണു പൂക്കാരാ മുളയ്ക്കും കുളിർമുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കൊന്നിനു താഴെ മുളയ്ക്കും കുളിർമുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കൊന്നിനു താഴെ നിനക്കേ തൂവൽ മന്ത്രം നിവർത്തി വീണ്ടും നെഞ്ചം തയ്യർ തയ്യർ താരി കദളി കൺകദളി ചെൻകദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണു പൂക്കാരാ കദളി കൺകദളി ചെൻകദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണു പൂക്കാരാ കദളി കൺകദളി സൂപ്പറായിട്ട് പാട്ട് പാടിയല്ലോ അല്ലേ? അതെ 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 എന്നാ എക്സ്പ്രഷൻസ്. ആൻഡ് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് ഈ പാട്ട് പാടിയത്. ആദ്യത്തെ ഒരു ചാനൽ ഷോ ആണ്, ഇത്രയും ക്യാമറ ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു പേടിയില്ല, നല്ല സ്മാർട്ടായിട്ട് പാടി. വെരി ഗുഡ്. ഹാപ്പി ആണോ? ടെൻഷൻ ഉണ്ടായിരുന്നു പാട്ട് പാടിയപ്പം? ഇല്ല ഇല്ല. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇനി കുറെ പാട്ട് വേണമെങ്കിൽ പാടാം അല്ലേ? വെരി ഗുഡ്. അതായത് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള എയിം ഇപ്പോഴേ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇത്ര ഗംഭീരമായിട്ട് ഇവിടെ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നമ്മളൊരു സമ്മാനം തരാം കേട്ടോ. കിളികൾ വള്ളക്കിളിക്കണ വള്ളിയൂർക്കാവിൽ കളപം പഴിയും കിക്കിളിക്കൂട്ടിൽ. എന്തായാലും ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ് നമ്മുടെ പ്രേക്ഷകർ കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കാണും ആളൊരു പുലിക്കുട്ടിയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് 3 പേർക്കും ചേർന്ന് ഇപ്പോൾ ഒരു ടാറ്റ പറയേണ്ട സമയമാണ്. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.